ഹലോ, ട്രാക്ക് വണ്ണിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗൂഗിൾ പി ആർ. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ഒരു ഭാഗമായിട്ടുള്ള ISROന്റെ നേട്ടങ്ങളെ പറ്റിയാണ്. ISROന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് എല്ലാവരും നോക്കുന്നത് എന്തൊക്കെയാണ്? ചന്ദ്രയാൻ, മറ്റേ ആദിത്യ L1 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ അതൊന്നും അല്ലാതെ വേറെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിക്ഷേപണവും കാര്യങ്ങളും ISRO 2024-25 നടത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇല്ല, അതിനകത്ത് കുറച്ച് വിക്ഷേപണങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ആണ് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ബഹിരാകാശ ഗവേഷണ മേഖല അതാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാമിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ആ എക്സാമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതുപോലെ ബാക്കിയുള്ള കറണ്ട് അഫയറും വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് എന്തായാലും കിടക്കാം. ബഹിരാകാശ ഗവേഷണ മേഖല ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ആ 100ാമത്തെ വിക്ഷേപണം, അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? അത് NVS-02 എന്ന് പറഞ്ഞ വിക്ഷേപണം. എന്താണ് NVS-02? വിക്ഷേപണ തീയതി എന്നാണ്? 2025 ജനുവരി 29 2025 ജനുവരി 29 വിക്ഷേപണ വാഹനം ഏതാണ്? അത് GSLV A50 ആണ് ട്ടോ. F50 ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഈ NVS-2ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ള 100ാമത്തെ വിക്ഷേപണം. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-2 ട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വിക്ഷേപിച്ച തീയതി എന്നാണ്? 2025 ജനുവരി 29. വാഹനം GSLV A50. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി, അതായത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയിട്ട് ISR നടത്തിയ ദൗത്യം ഏതാണ്? അത് പ്രോബ 3 ആട്ടോ. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ നടത്തിയത് ഏതാണ്? ഇന്ത്യ നടത്തിയതാണ് ആദിത്യ L1. ഇനി ISRO യൂറോപ്യൻ ഏജൻസിക്ക് വേണ്ടി നടത്തിയ ദൗത്യമാണ് പ്രോബ് 3 കേട്ടോ. പ്രോബ 3. അത് വിക്ഷേപണ തീയതി എന്നാണ്? 2024 ഡിസംബർ 5 2024 ഡിസംബർ 5 പ്രോബ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണ്? അത് PSLV XL-C59 ആണ് കേട്ടോ. PSLV XL-C59 എന്ന് പറഞ്ഞ വാഹനത്തിലാണ് വിക്ഷേപിച്ചത്, പ്രോബ 3 വിക്ഷേപിച്ചത്. അത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്? ബഹിരാകാശ ഏജൻസി ഏത് രാജ്യത്തിന്റെയാണ്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി ഇന്ത്യൻ, അതായത് ISRO നടത്തിയ ദൗത്യമാണ് കേട്ടോ ഇത്. ഈ 2024 നവംബർ 19 കേപ്പ് കാനവാറിൽ നിന്ന് സ്പേസ് എക്സ് വിക്ഷേപിച്ച ISR എടുപ്പും. അത് സ്പേസ് എക്സിന്റെ ഇതുവഴി സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനം വഴി വിക്ഷേപിച്ച ISROയുടെ ഉപഗ്രഹം. ISROയുടെ ഉപഗ്രഹം ഏതാണ്? അത് GSAT-N2 ആണ് കേട്ടോ. അതേതാണ്? അത് GSAT-N2 എന്ന് പറഞ്ഞ വിക്ഷേപണ വാഹനമാണ്. GSAT-N2 ഏതാണ്? GSAT-N2. ഇനി അടുത്തത് നോക്കാം. 2024 പൂർണ്ണമായും, 2024 ഇത് 2024 വിക്ഷേപിച്ചതിനാണ് പറഞ്ഞത്. 2024 പൂർണ്ണമായും 3D പ്രിന്റിംഗ് എഞ്ചിനുള്ള 3D പ്രിന്റഡ് എഞ്ചിൻ, അതായത് നമ്മൾ 3D പ്രിന്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ കേട്ടില്ലേ? അത് പൂർണ്ണമായിട്ട് ഫുള്ള് 3D പ്രിന്റിങ്ങിലൂടെ നടത്തിയിട്ടുള്ള എഞ്ചിനുള്ള ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ്. അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 3D പ്രിന്റ് ആണ് നടത്തിയിട്ടുള്ളത്. അതും പൂർണ്ണമായിട്ടും 3D പ്രിന്റിങ്ങിന്റെ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ എഞ്ചിനാണത്. ലോകത്തിലെ ആദ്യത്തെ എഞ്ചിനാണ്. ലോകത്തിലെ ആദ്യത്തെ അങ്ങനെയുള്ള റോക്കറ്റ് ആട്ടോ. അങ്ങനെയുള്ള എഞ്ചിൻ ഘടിപ്പിച്ച് റോക്കറ്റ് വിക്ഷേപിച്ചതെന്നാണ്? അത് വിക്ഷേപിച്ചത് 2024 മെയ് 30 ട്ടോ. വിക്ഷേപിച്ച തീയതി 2024 മെയ് 30. അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് അഗ്നിബാൺ ട്ടോ. അതിന് ഇന്ത്യ നടത്തിയ വിക്ഷേപണം, ആ ദൗത്യത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് അഗ്നിബാൺ. അത് വിക്ഷേപിച്ച തീയതി എന്നാണ്? 2024 മെയ് 30 2024 മെയ് 30. ഇനി ബഹിരാകാശത്ത് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ്, അതായത് നമ്മൾ ഇത് കൂടിച്ചേർന്ന് ഈ വേർപിരിയുന്ന അങ്ങനെ കണ്ടിട്ടില്ല. രണ്ട് രണ്ട് ഇത് തമ്മിൽ, രണ്ട് വാഹനങ്ങൾ വിക്ഷേപണ വാഹനങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയും വിക്ഷേപിക്കുക, അങ്ങനെ ഒരു സംഭവം, ഒരു സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ISROയുടെ ദൗത്യമാണ് സ്പാഡെക്സ് എന്ന് പറയുന്നത്. സ്പാഡെക്സ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്താണ്? ഈ ഗഗയാൻ ദൗത്യത്തിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്പാഡെക്സ്, ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്പാഡെക്സ് എന്ന് പറഞ്ഞ ദൗത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന ഗഗയാൻ എന്ന് പറഞ്ഞ ദൗത്യത്തിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് PSCക്കും ഒക്കെ ഇത് ഇമ്പോർട്ടന്റ്. PSCക്ക് മാത്രമല്ല, ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും, അതായത് SSC RRB പോലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ഒരു ഭാഗം ചോദിക്കും. അപ്പം ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായിട്ട്. ഈ ISR എന്ന് പറഞ്ഞ ഭാഗം അവരുടെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എക്സാമുകൾക്കും. അത് PSCക്ക് മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും. അപ്പം ഈ സ്പാഡെക്സ് വിക്ഷേപിച്ച തീയതി ഏതാണ്? അത് 2024 ഡിസംബർ 30 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം ഏതാണ്? അത് PSLV C60 ആണ് കേട്ടോ. PSLV C60 60 PSLV C60 ആണ്. ഇതിന്റെ ഫസ്റ്റ് ഡോക്കിംഗ് എന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് ഡോക്കിംഗ് 2025 ജനുവരി 16. അത് വിക്ഷേപണം എന്നായിരുന്നു? വിക്ഷേപണം 2024 ഡിസംബർ 30 പക്ഷെ ഫസ്റ്റ് ഡോക്കിംഗ് നടന്നത് 2025 ജനുവരി 16. ഫസ്റ്റ് അൺഡോക്കിംഗ് നടന്നു, അത് 2025 മാർച്ച് 13. ഇനി സെക്കൻഡ് ഡോക്കിംഗ് നടന്നത് 2025 ഏപ്രിൽ 20. ഇൻസ്പേസ് ഡോക്കിംഗ് കഴിവ് നേടിയ നാലാമത്തെ, അതായത് ഈ സ്പേസിൽ ഇങ്ങനെ ഡോക്കിംഗ് അൺഡോക്കിങ്ങിനുള്ള കഴിവ് നേടിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസിൽ എന്താണ്? ഡോക്കിംഗ് അൺഡോക്കിംഗ് കഴിവ് നേടിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ഇനി ഇതിനുപയോഗിച്ച സാറ്റലൈറ്റുകൾ, ഈ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച സാറ്റലൈറ്റ്, 2 സാറ്റലൈറ്റുകളും ഇതിന്റെ വർഷോണവാനുള്ള കൂട്ടിച്ചേർക്കുന്നത്. അപ്പം അതിന്റെ ഉപയോഗിച്ച സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ SDX-01 SDX-02 കേട്ടോ, അത് ഓർത്ത് വെച്ചാൽ മതി. SDX-01 SDX-02 ഇത് രണ്ടുമായിരുന്നു ഇതിന് ഉപയോഗിച്ച സാറ്റലൈറ്റുകൾ. ഇനി ഇത് അപ്പം ഈ സ്പാഡക്സ് ഓർത്ത് വെച്ചോട്ടെ. സ്പാഡക്സ് വിക്ഷേപിച്ച തീയതി 2004 ഡിസംബർ 30. വിക്ഷേപണമാനം PSLV C-60. ഫസ്റ്റ് ഡോക്കിംഗ് 2020 ജനുവരി 16. ഫസ്റ്റ് അൺഡോക്കിംഗ് 2025 മാർച്ച് 13. സെക്കൻഡ് ഡോക്കിംഗ് 2025 ഏപ്രിൽ 20. ഇൻസ്പേസ് ഡോക്കിംഗ് കഴിവ് നേടി 4ാമത്തെ രാജ്യമാണ് കേട്ടോ ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത് ഉപയോഗിച്ച സാറ്റലൈറ്റ് ഏതൊക്കെയാ? SDX-01 SDX-02. ഇനി നാസയും ISROയുടെ സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം, അതായത് ഈ നാസ ISRO കൂടെ ചേർന്ന് ഉള്ള ഒരു സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം, അതെന്താണ്? നിസാർ എന്ന് പറഞ്ഞ കേട്ടോ. ആ ദൗത്യത്തിന്റെ പേരാണ് നിസാർ. നാസയും ISROയും ചേർന്നുള്ള ദൗത്യമാണ് നിസാർ. ഇനി ISRO 11ാമത്തെ ചെയർമാൻ, ISROന്റെ 11ാമത്തെ ചെയർമാൻ ആരാണ്? വി നാരായണൻ കേട്ടോ. വി നാരായണൻ. ISROന്റെ 16ാമത്തെ ചെയറാണ് വി നാരായണൻ. ഇനി അടുത്തതാണ് പറയുന്നത് 2005 ജനുവരി 30 ബഹിരാകാശ യാത്ര നടത്തിയ റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രയാണ് സുനിത വില്യംസ്. ഈ സുനിത വില്യംസിനെ പറ്റി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഒരു ഇന്ത്യൻ വംശജയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് PSC വരും. ഇന്നലെ നടന്ന നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സെക്കൻഡ് ഇതിൽ ചോദിച്ച ചോദ്യം ആയിരുന്നു സുനിത വില്യംസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേതാണ് പോയിട്ട് തിരിച്ചു വന്നത്, അതായത് അവരെ തിരിച്ചു കൊണ്ടുവന്ന പേടകം, അതാണ് ഡ്രാഗൺ ക്രൂ പേടകം. അതായിരുന്നു ഇന്നലത്തെ ചോദ്യമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത് ശരിക്കും പഠിച്ചു വെച്ചോളാം. ഇനി അതെന്താണ് ചോദ്യം? 2005 ജനുവരി 30 ബഹിരാകാശ യാത്ര നടത്തി റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. എത്ര മണിക്കൂറായിരുന്നു? 62 അവറും 6 മിനിറ്റും കേട്ടോ. പോയ പേടകം ഏതാ? പുള്ളിക്കാരി പോയ പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ. ഇനി വിക്ഷേപണ തീയതിയോ? അത് 2024 ജൂൺ 5 2024 ജൂൺ 5. ദൈർഘ്യം 286 ദിവസം കേട്ടോ. 286 ദിവസമാണ് ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ദൈർഘ്യം എത്രയാണ്? 286 ദിവസമായിരുന്നു കേട്ടോ ഇവര് ദൈർഘ്യം. ഇത് തിരിച്ചെത്തിയത് 2025 മാർച്ച് 18. 2025 മാർച്ച് 18 ഇവര് തിരിച്ചെത്തിയത് കേട്ടോ. ഇനി തിരിച്ചെത്തിയ പേടകോ? അത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞ പേടകമാണ് തിരിച്ചെത്തിയത്. ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞ പേടകത്തിലാണ് അവർ തിരിച്ചെത്തിയത്. പോയത് സ്റ്റാർ ലൈനറും തിരിച്ചെത്തിയത് ക്രൂ ഡ്രാഗൺ. ഈ ക്രൂ ഡ്രാഗൺ ആണ് ഇന്നലെ അവർ ചോദിച്ച ചോദ്യം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാർ ലൈനറും ഉണ്ടായിരുന്നു. അപ്പം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചുള്ള പോയ പേടകം ബോയിങ് സ്റ്റാർ ലൈനറും തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ആണ്. തിരിച്ചെത്തിയതാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ആണ്. ഇനി സുനിത വില്യംസ് ബഹിരാകാശത്താകെ ചെലവഴിച്ചിട്ടുള്ള ടോട്ടൽ ദിവസം എത്രയാണ്? അത് 608 ദിവസം കേട്ടോ. സുനിത വില്യംസ് ബഹിരാകാശത്താകെ ചെലവഴിച്ചിട്ടുള്ള ദിവസം എത്രയാണ്? 608 ദിവസം. ഇനി സുനിത വില്യംസിന് കൂടുതൽ സുനിത വില്യംസിനെയൊക്കെ കൂടുതൽ ഒരാൾ കൂടി ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് പെഗ്ഗി വിറ്റ്സൺ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആട്ടോ. ഈ സുനിത വില്യംസിനൊക്കെ കൂടുതൽ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള വ്യക്തി ആരെന്ന് വെച്ചാൽ പെഗ്ഗി വിറ്റ്സൺ ആണ്. അത് എത്ര ദിവസമാണെന്ന് വെച്ചാൽ എത്രയാണ്? 675 ദിവസം ബഹിരാകാശത്ത് പെഗ്ഗി വിറ്റ്സൺ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. സുനിത വില്യംസ് 608ഉം പെഗ്ഗി വിറ്റ്സൺ 675 ദിവസമാണ് ചെലവഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ബഹിരാകാശത്ത് കൂടുതലായിട്ട് നോക്കാനുള്ളത്. അപ്പം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.